ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആഷ്ന. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് ഓൾറെഡി എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് ഒരു ലോങ് ടേം ആയിട്ട് PSC പഠനം നോക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഈ വർഷം വരാൻ പോകുന്ന എക്സാം ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല, എനിക്കൊരു 2-3 വർഷം ടൈം ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാവട്ടെ, അല്ലെങ്കിൽ കുടുംബം ആയിട്ട് കല്യാണം കഴിഞ്ഞ് ഇപ്പൊ നിൽക്കുന്ന പെൺകുട്ടികള്, അല്ലെങ്കിൽ അമ്മമാര്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരു ടൈം ഗ്യാപ്പ് എടുത്ത് നല്ല പോലെ പഠിച്ച് വരുന്ന പരീക്ഷ എഴുതാനായിട്ട് താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അത് LDC പരീക്ഷ, എന്താണ് ലോവർ ഡിവിഷൻ ക്ലർക്ക് വരുന്ന പരീക്ഷ ഇനി എപ്പോഴാണ് PSC വിളിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളൊരു വീഡിയോയിൽ പറയുന്നത്. അപ്പം ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് 2023 നോട്ടിഫിക്കേഷൻ ആണ്. ഇതിനു മുൻപ് നമുക്ക് കേരള PSC വിളിച്ചിട്ടുണ്ടായിരുന്ന LDC പരീക്ഷ എന്ന് പറയുന്നത് 2021 നടത്തിയതാണ്. അതായത് 2019 നോട്ടിഫിക്കേഷൻ വന്നു. പക്ഷെ കോവിഡ് മൂലം ഈ പരീക്ഷ എന്ത് ചെയ്തു, നമുക്ക് ഒരുപാട് നാൾ 2021 അങ്ങനെയൊക്കെ നീണ്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് നടത്തിയത് 2 ഘട്ടമായിട്ടായിരുന്നു. പ്രിലിംസും അതുപോലെ മെയിൻസും ആയിട്ടായിരുന്നു PSC പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രിലിംസിന്റെ പരീക്ഷ PSC നടത്തിയിട്ടുണ്ടായിരുന്നത് 18/9/2021 അതുപോലെ തന്നെ മെയിൻസ് എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത് 20/11/2021 ഓക്കെ. ഈ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചത് 2022 അതായത് 1/8/2022 പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നത് 1/8/2025 അതായത് ഈ വർഷം 2025 ഓഗസ്റ്റ് മാസത്തോട് കൂടിയിട്ടാണ് ആ ഒരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ത് ചെയ്യുന്നത്, തീരുന്നത് അല്ലെ. അപ്പോഴത്തേക്കും നിലവില് 2025 പുതിയ ലിസ്റ്റ് വരണം. ആ ലിസ്റ്റിന്റെ പരീക്ഷയാണ് 2023 LDC വിളിച്ചു. 2024 അതിന്റെ എക്സാം നടത്തി. 2025 ഇപ്പൊ തന്നെ പല ജില്ലകളിലും റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2025 ആകുമ്പോഴത്തേക്കും ഈ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിക്കും. അപ്പൊ ഇനി ഇതും കഴിഞ്ഞിട്ട് വരാനിരിക്കുന്ന LDC പരീക്ഷയുടെ തയ്യാറെടുപ്പാണ് ഇപ്പോഴേ മുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ വരുമ്പം ഇപ്പൊ PSC വിളിച്ചതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇപ്പൊ തീരും 1/8/2025 അല്ലേ, 6-7-8 അല്ലെ, 2028 വരെ ആയിരിക്കും ഇപ്പോഴുള്ളതിന്റെ എന്ത് വരുന്നത്, കാലാവധി വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോഴേ മുതൽ പഠിച്ചു തുടങ്ങണം, നമ്മൾ ഇപ്പോഴേ മുതൽ നോക്കി തുടങ്ങണം. അപ്പൊ 2026 അവസാനം എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ വന്ന് 2027 എക്സാം നടത്തി 2028 നമുക്ക് എന്ത് ചെയ്യുന്നത്, പുതിയ റാങ്ക് ലിസ്റ്റ് വരുത്തുന്നത്. അപ്പൊ ഈ ഒരു റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്യുന്നത്, തയ്യാറെടുക്കുന്നത്. എടാ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, നമുക്ക് ഇതും നഷ്ടപ്പെട്ടാൽ, അതായത് ഒന്ന് നഷ്ടപ്പെട്ടു, ഈ ഒരു 2027 ഈ ഒരു എക്സാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനി എപ്പോഴായിരിക്കും 3 വർഷം, ഇനി 2030+ പോകും അല്ലെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ വീഡിയോ കാണുന്ന പലർക്കും അന്ന് എക്സാം എഴുതാൻ പറ്റുമോ? നിങ്ങളുടെ ഏജ് ലിമിറ്റ് അതിനെ അനുവദിക്കുന്നതാണോ? ഒന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കി. അതായത് നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങൾ ഇപ്പൊ നമ്മളുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയമില്ല. ചിലപ്പോൾ ചിലരുടെ ലാസ്റ്റ് ചാൻസ് നമുക്ക് 3 വർഷം കഴിഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇപ്പൊ ഒരു 33 വയസ്സുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ 36 കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് എക്സാം കൈവിട്ട് പോവാണ്. അപ്പോ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴോ തയ്യാറെടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളോട് തന്നെ ചോദിക്കാം. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ടൈം ഉണ്ട്, ഈ വർഷം വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് ഞാൻ ജോയിൻ ചെയ്ത് തുടങ്ങുമെന്നുള്ളവരാണെങ്കിൽ വെരി ഗുഡ്, അങ്ങനെ തന്നെ പോവാം. മറിച്ച് LDC പരീക്ഷ എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ IAS എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. നിരവധി ആളുകൾ എക്സാം, ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതും ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ വരുന്നതും അവനവന്റെ ജില്ലയിൽ നല്ല അന്തസ്സായിട്ട് നല്ല ശമ്പളത്തോട് കൂട്ടിയൊരു ജോലി കിട്ടുന്നതാണ് അല്ലെ. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മളുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഒരു സ്റ്റുഡന്റ് തന്നെയാണ് 443 റാങ്ക് ഉണ്ടായിട്ട് കൂടി ആൾക്ക് നിയമനം ലഭിച്ചു, ആള് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഏകദേശം 2400 രൂപ എല്ലാം കഴിഞ്ഞ് കയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്കെയിൽ ഓഫ് പേ ഇത്ര നമ്മൾ പറഞ്ഞെങ്കിലും നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് 25,000 രൂപ എല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടുന്നൊരു ഏരിയ ആണ് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ
നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം 2027 പരീക്ഷയ്ക്ക് വേണ്ടി ഇനി നമുക്ക് ഉള്ള സമയം എത്രയാണ്? ഇതിപ്പോ 2025 അല്ലെ? 2025 ഇതിപ്പോ ജൂലൈ ആവുകയാണ്. ഇനി നമുക്ക് 6 മാസം കൂടെ അല്ലെ? അപ്പൊ അത് 1.5 മാസം. അപ്പൊ 2026 നോട്ടിഫിക്കേഷൻ വന്ന് അപ്പൊ 2027 നമുക്ക് എക്സാം വരും അല്ലെ? അപ്പൊ നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന ഈ 1.5 അല്ലെങ്കിൽ 2 വർഷം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളെ എങ്ങനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു നല്ലൊരു പോസ്റ്റാണ്. മാത്രമല്ല, നിങ്ങൾ ഇപ്പോഴേ മുതൽ കുറേശ്ശായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞു, ഇത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം അവിടെ പോവുകയാണ്. ഇപ്പോഴേ മുതൽ കുറേശ്ശെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇപ്പൊ ടൈം ഇല്ല, നിങ്ങൾക്ക് കുറെ ടൈം എടുത്തിട്ടാ പഠിക്കാൻ പറ്റുള്ളൂ, നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അമ്മമാരാണ്, ഇനി അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം എന്ത് പഠിക്കണമെന്ന് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു തരാം. ഇതൊരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 3 ക്ലാസ്, നിങ്ങൾ ഒരു ഡേക്കുള്ളത് 3 വിഷയങ്ങൾ നമ്മൾ തരും. അതിന്റെ PDF നോട്ട്സ് തരും. നിങ്ങൾ പഠിച്ച് അതിന്റെ എക്സാം അറ്റൻഡ് ചെയ്ത് മെന്ററിന് കൊടുത്ത് അവരുമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് നിങ്ങൾ സെറ്റ് ആയതിനു ശേഷം മാത്രം സെക്കൻഡ് ഡേയിലേക്ക് പോയാൽ മതി. ഓരോ ദിവസവും നിങ്ങൾ കൃത്യമായി പഠിപ്പിക്കാനായിട്ട് ഞങ്ങളുടെ ടീം നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിലേക്ക് വരാൻ താല്പര്യമുണ്ടോ? ഇനി അതും വേണ്ട, നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ 2 ദിവസമായിട്ട് പഠിച്ചു തരാം. അങ്ങനെ കുറേശ്ശെ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സിമ്പിളായിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ഞങ്ങൾ തരുന്ന ക്ലാസ്സിൽ ഞങ്ങൾ 100% കോൺഫിഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴെന്ത് ചെയ്യാണ്? മിഷൻ LDC 2027 വേണ്ടിയുള്ള കോഴ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഈ കോഴ്സിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്നറിയോ? ഞങ്ങൾ പറയുന്നത് ജോലി കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പകുതി ഫീസ് തന്നാൽ മതി എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത്രയും ഞങ്ങൾ അത്രയും കോൺഫിഡൻ്റ് ആണ്. നിങ്ങൾ ജോലിയിൽ എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ISB അക്കാഡമി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ നമ്പറിൽ നിങ്ങൾക്കൊന്ന് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ISB അക്കാഡമി ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം സ്റ്റോറിൽ പോയി മിഷൻ LDC നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? കോഴ്സ് നിങ്ങൾക്ക് GPay വഴി കോഴ്സ് അടച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു 2 വർഷം 1.5 വർഷം ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് നിങ്ങൾക്ക് കൂടാൻ പറ്റുമെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് കൂടാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye and thank you.